എല്ലാവരും ഇങ്ങോട്ട് നോക്ക്. ശരി, അല്ല അത് ഞാൻ കരുതുന്നില്ല. അത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്നുള്ള ഞാൻ ചർച്ച ചെയ്യുന്നു. അത് സ്വാഭാവികമായി അവർക്ക് ക്രിസ്ത്യൻ എന്ന നിലയിലുള്ള ഒരു പ്രത്യേക ഇതായിരുന്നു. കാരണം ഞാനുമായിട്ടുള്ള ഡയറക്റ്റ് ബന്ധമാണ്. ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. അതുകൊണ്ടുള്ള മൂവ്മെന്റ് ആയിരുന്നു. പക്ഷെ ആ മൂവ്മെന്റ് ഒരു ചെറിയ തടസ്സം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ കള്ളം പറഞ്ഞ പാരമ്പര്യമൊന്നും എനിക്കില്ല. ഒരു മൂവ്മെന്റിന് ചെറിയ തടസ്സമുണ്ട്. ആ തടസ്സം എങ്ങനെ നീക്കാൻ ഇന്ന് രാവിലെ മുതൽ അതിന്റെ ഒരു അനീറ പ്രവർത്തനത്തിലായിരുന്നു. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നു? അതിന്റെ ആവശ്യം തന്നെ BJPക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അവന്റെ ഒരു പൊണ്ടാറടങ്ങല്. ഇപ്പൊ ഞാൻ ഇങ്ങനെ സ്ഥാനാർത്ഥിയാന്ന് പ്രഖ്യാപിച്ചു പോയപ്പോൾ അവർക്ക് സന്തോഷമായിരുന്നു. അതിപ്പോൾ വേറൊരാളായി പോയി പാർട്ടിയുടെ തീരുമാനമാണ്, അത് അംഗീകരിക്കാനുള്ള മര്യാദ കാണിക്കണം ഞാൻ പറയും. അല്ലടാ, അതെ അതെ, ഇവന്റെ ബലഹീനത മനസ്സിലാക്കില്ലല്ലോ. എന്നെ അത്രമാത്രം പ്രേമിക്കുന്ന ആളുകളുണ്ട്. എന്ത് ചെയ്യാം? തമിഴന്മാർക്ക് പണക്കാരെ ബഹുമാനിക്കാൻ അറിയാം. നമ്മൾ ഇത്തിരി തൈർസാദം വാങ്ങിച്ചു കൊടുത്താൽ ആജീവനാന്തം അവരാ കൂറ് കാണിക്കും. അതൊക്കെ അങ്ങനെ കരയുന്നുണ്ട്. എന്റെ പ്രവർത്തനം അതുപോലെ നല്ലതായിരുന്നു. അതുകൊണ്ടാണ് 1000 അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെയാണ്. നിങ്ങളാണ് എന്നെ വളർത്തിയത്. നിങ്ങൾ തന്ന ഊർജ്ജമാണ് ഈ സിരകളിലൂടെ ഒഴുകുന്നത്. ഇനി ഇവിടെ നിന്ന് ഇതിലും വലുത് കേൾക്കേണ്ടി വരുമ്പോ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ